ഹലോ, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, ഇവിടെ നാഷണൽ ഹോളിഡേ ആയതുകൊണ്ട് പല ഭാഗങ്ങളിലും വെടിക്കെട്ടൊക്കെ ഉണ്ട്. അപ്പോൾ അത് കാണാൻ പോകണമെന്ന് അഞ്ജു സോബിനും ഇങ്ങനെ പറയുന്നു. പക്ഷെ എൻ്റെ മടി കാരണം ഇങ്ങനെ തീരുമാനമില്ലാതെ നിൽക്കുമായിരുന്നു. എന്തായാലും ഫൈനലി ഞാനും അവരുടെ കൂടെ ജോയിൻ ചെയ്തു. ഇറങ്ങുന്നതിന് തൊട്ട് മുമ്പ് വരെ ഭയങ്കര മടിയായിരുന്നു കേട്ടോ. എന്തായാലും ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ തന്നെ ആ മടിയൊക്കെ മാറി, ഞാൻ ഓക്കെ ആയി. അങ്ങനെ 3 പേരും കൂടെ ഇറങ്ങി. 3 പേര് പുതിയ ഡ്രസ്സൊക്കെ ഇട്ടാണ് കേട്ടോ ഇറങ്ങിയത്. ചെറിയ തണുപ്പൊക്കെ തുടങ്ങിയതുകൊണ്ട് സെറ്റർ മോഡൽ 3 പേര് ഓരോ ഡ്രസ്സൊക്കെ എടുത്തു. അങ്ങനെ നമ്മൾ ബ്രിഡ്ജ് കടന്ന് അപ്പുറം ദുബായിലേക്ക് പോവുകയാണ്. അപ്പോൾ നമ്മൾ സഹാറ സെൻറ്ററിലേക്ക് പോയ ആ വഴി കൂടെ തന്നെയാണ് കേട്ടോ നമ്മൾ കടന്നു വരുന്നത്. അങ്ങനെ ഞാനും അഞ്ചും കൂടെ നമ്മുടെ പതിവ് പോലത്തെ വർത്തമാനം തുടങ്ങി. ഇന്ന് നമ്മൾ പറയുന്നത് ഇങ്ങനെ ഓൺ വോയിസ് ഒന്നും കൊടുക്കാതെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് വീഡിയോ ചെയ്യണമെന്നൊക്കെയാണ് പറയുന്നത്. ഞാൻ പറയും പതുക്കെ സ്റ്റാർട്ട് ചെയ്യുക അഞ്ചുമോനെ എന്നൊക്കെ ഇങ്ങനെ പറയുമായിരുന്നു. ആദ്യം ഞാൻ അങ്ങനെ വീഡിയോ ചെയ്യായിരുന്നു. ഇപ്പോൾ അങ്ങനെ വീഡിയോ ചെയ്തിട്ട് കുറേ നാളായി. ഞാൻ ദുബായിലേക്ക് പോകുന്നത് ഇൻ്റർവ്യൂവിൻ്റെയൊക്കെ ആ സമയത്ത് ആദ്യം വന്ന ടൈമിലാണ് കേട്ടോ. ഈ ബോർഡർ കടന്ന് പോയിട്ട് കുറേ നാളായി ഞാൻ. അതും ഞങ്ങളിങ്ങനെ പറയുമായിരുന്നു. അഞ്ചും പിന്നെ അബിനും ദുബായിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അവരെന്തായാലും ഈ സ്ഥലത്തൂടെ തന്നെയായിരിക്കും പോകുന്നത്. ഇത് ഷാർജ അത് ദുബായ്. അപ്പം നമ്മൾ ഈ ബ്രിഡ്ജും കടന്ന് വേണം അപ്പുറത്തെ ബസ് സ്റ്റോപ്പിലാണ് കേട്ടോ പോകേണ്ടത്. ഈ സൈഡിലെ ബസ് സ്റ്റോപ്പ് നമ്മുടെ മെട്രോ സ്റ്റേഷനിലേക്ക് പോകുന്ന ബസ്സുകളൊക്കെയാണ് ഈ സൈഡിൽ നിന്ന് കയറേണ്ടത്. ആ സൈഡിലോട്ടാണ് കേട്ടോ നമ്മൾ പോകേണ്ടത്. അങ്ങനെ നമ്മൾ ബ്രിഡ്ജ് കയറി. ഒരുപാട് നടക്കാനുണ്ട് കേട്ടോ. നമ്മുടെ ഫ്ലാറ്റിൻ്റെ അവിടെ നിന്ന് നമ്മൾ ഈ ബോർഡർ കടന്ന് വരുമ്പോഴത്തേന് എന്തായാലും നമ്മൾ ശരിക്കും മടുക്കും. ഞാൻ മടുത്തു കേട്ടോ. എന്തായാലും നമ്മൾ ബസ് നോക്കി നിൽക്കുകയാണ്. ബസ്സിന് പോകാനാണ് കേട്ടോ തീരുമാനിച്ചേക്കുന്നത്. അബിനവിടെ ഇരുന്നു. നമ്മൾ കുറേ നേരം നിന്നു കേട്ടോ. 5 മിനിറ്റോ 10 മിനിറ്റോ കൂടുമ്പോൾ ബസ് ഉള്ളതാണ്. പക്ഷെ എന്താണെന്നറിയില്ല, നമ്മളൊരു 10-20 മിനിറ്റ് അവിടെ നിന്ന ശേഷം കേട്ടോ ബസ് വന്നത്. വേറെ ബസ്സുകളൊക്കെ വരുന്നുണ്ടായിരുന്നു. നമുക്ക് F08 ആ ബസ്സിനായിരുന്നു പോകേണ്ടത്. വേറെ ബസ്സുകളൊക്കെ വരുന്നുണ്ട്. പക്ഷേ എല്ലാ ബസ്സിലും നമ്മുടെ നാട്ടിലത്തെ ബസ്സൊക്കെ പോലെ ഭയങ്കര ആളായിരുന്നു. എങ്ങനെ പോകുമെന്നുള്ളൊരു കൺഫ്യൂഷനാണ്. ബസ് നിർത്തുമോ എന്താണെന്നൊന്നും അറിയത്തില്ല. എന്തായാലും ഫൈനലി നമ്മുടെ ബസ് വന്നു. ഭയങ്കര ആളായിരുന്നു. എനിക്ക് മുമ്പിൽ തന്നെ സീറ്റ് കിട്ടി കേട്ടോ. അതൊരു ദൈവാനുഗ്രഹം. അതുകൊണ്ട് നിന്ന് ഞാൻ മടുത്തില്ല. അങ്ങനെ നമ്മൾ പോയി പകുതി എത്തിയപ്പോൾ മുതൽ ഭയങ്കര ട്രാഫിക്കായിരുന്നു കേട്ടോ. പിന്നെ ബസ് ഉറുമ്പ് അനങ്ങുന്നത് പോലെയായിരുന്നു. നമുക്ക് അവിടെ എത്തുമോ എന്നുള്ള ടെൻഷനുമായിരുന്നു. 9 മണിക്കാണ് കേട്ടോ വെടിക്കെട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. 9 മണിയായിട്ടും നമ്മുടെ ബസ് അവിടെ എത്തിയില്ല. അപ്പോൾ നമുക്ക് ഭയങ്കര സങ്കടം വന്നു. ബസ്സിൻ്റെ ഉള്ളിൽ നിന്ന് എല്ലാവരും പറഞ്ഞുകൊണ്ട് ഡോറ് തുറക്കുന്നു. കാരണം നമുക്ക് നടന്നാൽ ചിലപ്പോൾ നമ്മൾ എത്തും. അതുകൊണ്ട് ആൾക്കാരൊക്കെ ഒച്ച വെക്കാൻ തുടങ്ങി. എന്തായാലും ആൾക്കാരുടെ ബഹളം കേട്ടാണോ എന്താണെന്ന് അറിയത്തില്ല, ബസ് നടുറോട്ടിൽ തന്നെ നിർത്തി തന്നു. എല്ലാവരും ചാടി ഇറങ്ങി. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തിയപ്പോഴത്തേന് കുറച്ച് സമയം കഴിഞ്ഞാൽ കേട്ടോ വെടിക്കെട്ട് തുടങ്ങിയത്. 9 മണിക്കായിരുന്നു വെടിക്കെട്ട്. ഇനി നമ്മുടെ ബസ് വൈകിയത് കൊണ്ടാണോ എന്താണെന്നറിയത്തില്ലെന്നല്ല, ക്ലൈമറ്റിൻ്റെ എന്തോ പ്രശ്നം കൊണ്ട് വെടിക്കെട്ട് 9:40 മാറ്റി വെച്ചായിരുന്നു. അതുകൊണ്ട് നമുക്ക് എന്തായാലും വെടിക്കെട്ട് കാണാൻ പറ്റി. 5 മിനിറ്റോ 10 മിനിറ്റോ ഉണ്ടോയെന്ന് എനിക്കറിയത്തില്ല. 5 മിനിറ്റും കണ്ടേ ഉണ്ടായിരുന്നുള്ളൂ വെടിക്കെട്ട്. നാട്ടിലെ വെച്ച് കമ്പയർ ചെയ്യുമ്പം എനിക്ക് ഒച്ചയൊക്കെ ഭയങ്കര കുറവായിട്ട് തോന്നി. പിന്നെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. നാട്ടിലെക്കാട്ടിലും കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. പിന്നെ നമ്മൾ കുറച്ച് ദൂരെ നിന്നാണ് കേട്ടോ കണ്ടത്. നമ്മൾ സത്യത്തിൽ ഈ ദുബായ് ഫെസ്റ്റിവൽ സിറ്റി മാളിൻ്റെ ഫ്രണ്ടിലാണ് കേട്ടോ. അതിൻ്റെ ഉള്ളിൽ അവിടെ എന്തോ ഓപ്പൺ സ്പേസ് ഉണ്ട് ഇത് കാണാൻ വേണ്ടി. പക്ഷെ നമ്മൾ ലേറ്റായി ചെന്നതുകൊണ്ട് നമുക്കതിൻ്റെ ഉള്ളിലൊന്നും കയറാൻ പറ്റില്ല. നമ്മൾ റോഡ് സൈഡിൽ നിന്നാണ് കേട്ടോ കണ്ടത്. പക്ഷേ ഭംഗിയില്ലായ്മയൊന്നും എനിക്ക് തോന്നിയില്ല. എന്തായാലും സൂപ്പറായിരുന്നു. അത് കഴിഞ്ഞാണ് നമ്മൾ മാളിൻ്റെ ഉള്ളിൽ വെടിക്കെട്ടൊക്കെ കഴിഞ്ഞാണ് കേട്ടോ കയറിയത്. வீசிப்போன புயலில் என் வேர்கள் சாயவில்லை. ஒரு பட்டம் பூச்சி மோத அது பட்டென்று சாய்ந்ததடி. இந்த காதல் சொல்ல என் இதயம் கையில் வைத்தேன். நீ தாண்டி போன போது அது தரையில் விழுந்ததடி. மண்ணிலே செம்மண்ணிலே என் இதயம் துள்ளுதடி. ஒவ்வொரு துடிப்பிலும் உன் பேர் சொல்லுதடி. கனவு பூவே வருக, உன் கையால் இதயம் தொடுக. எந்த இதயம் கொண்டு நீயும் தன் இதயம் தருக.
घड़ीக்குள்ளே படி அடைத்தாயோ അങ്ങനെ ഞങ്ങൾ വെടിക്കെട്ടൊക്കെ കഴിഞ്ഞ് എന്തായാലും ഇവിടെ വരെ വന്നതല്ലേ, ദുബായ് ഫെസ്റ്റിവൽ സിറ്റി മാളൊക്കെ ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ചു. ഞങ്ങൾ അങ്ങനെ അങ്ങോട്ട് പോവുക കേട്ടോ. അവിടെ ചെന്ന് അതിൻ്റെ ഫ്രണ്ടിൽ നോക്കിയപ്പോഴാണ് എൻ്റെ അമ്മോ, ആൾക്കാരുടെ തിക്കും തിരക്കും കാരണം നമുക്കതിൻ്റെ ഉള്ളിലോട്ട് കയറാൻ പറ്റുന്നില്ല. അതുപോലെ ആൾക്കാരായിരുന്നു. ഒരു തരത്തിൽ നമ്മളും ഉള്ളിൽ കയറി കേട്ടോ. ആ കയറിയ പോലെ തന്നെ ഞങ്ങൾ ഇറങ്ങിപ്പോന്നു. കാരണം എനിക്ക് ഭയങ്കര സഫോക്കേഷനായിരുന്നു കേട്ടോ. പിന്നെ ഇതിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഒരു പാർക്ക് പോലെ ഒരു സ്ഥലം ഉണ്ടായിരുന്നു. അവിടെ വന്നിരുന്ന് ഞങ്ങൾ കുറച്ച് വർത്തമാനമൊക്കെ പറഞ്ഞ് ഫുഡൊക്കെ അവിടെ ഇരുന്ന് കഴിച്ചിട്ട് ഞങ്ങളിങ്ങ് പോരാൻ വേണ്ടി തുടങ്ങി കേട്ടോ. പോരാൻ വേണ്ടി തുടങ്ങിയപ്പോഴാണ് ഒരു വണ്ടി ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടത്. ഈ വണ്ടി നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? അഞ്ജു സന്ദരം പറയുക, മോഹൻലാലിൻ്റെ ഉസ്താദ് എന്ന് പറഞ്ഞ ഫിലിമില്ലേ, ആ വണ്ടി അതൊന്നും പറഞ്ഞ് അവിടെ ഇരുന്ന് പറയുകയാണ്. എന്ത് വണ്ടിയാണെന്ന് എനിക്കറിയത്തില്ല. എന്തായാലും ആ വണ്ടിയുടെ നീളം കണ്ട് ഞാൻ അതിശയിച്ച് പോയി. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഒരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ ടാറ്റ ബൈ, ടേക്ക് കെയർ.